السيل في منطقة الباحة. هذه القرية اسمها قرية الملت التراثية. Going down. It's going down, 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 down. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും അൺനോൺ ഡെസ്റ്റിനേഷന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എവിടെ നിൽക്കുന്ന ടീം അൽബഹ? അൽഹമദ വാട്ടർഫാൾസ്. ഉറക്കപ്പറ. അൽഹമദ വാട്ടർഫാൾസ്. ഫോറസ്റ്റ് ആണോ? ചെറിയൊരു ഫോറസ്റ്റ് അല്ലേ? അപ്പൊ ഒരു അടിപൊളി ഓഫ് റോഡിങ്ങിലേക്കല്ലേ നമ്മൾ പോകുന്നതാ? അതല്ലേ? അപ്പൊ നമുക്ക് ഓഫ് റോഡിങ് പോയിട്ട് വരാം. ഓക്കെ. ഒരു കാര്യം പറയണ്ടേ, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ഇത്ര ദിവസം പൊക്കോണ്ടിരുന്നത് അൽബഹയുടെ ഔട്ട്സൈഡ് സിറ്റീസിലേക്കായിരുന്നു. ഇന്ന് ഞങ്ങൾ അൽബഹ സിറ്റി ഒന്ന് കവർ ചെയ്യാതിരുത്തി ഇറങ്ങിയേക്കുവാണ്. ഇവിടെ ഇഷ്ടംപോലെ വാട്ടർഫാൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു മ്യൂസിയം ഉണ്ട്, പിന്നെ നമുക്ക് വില്ലേജിലെ പാർക്ക് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കാണാനായിട്ടാണ് നമ്മൾ ഇറങ്ങിയേക്കണത്. നല്ല ട്രഡീഷണൽ ഉണ്ടല്ലോ, സൗദി ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുവിധം പാത്രങ്ങളും ഇവിടെ കലകൾ ഉള്ള സ്ഥലമുണ്ട്. വെള്ളച്ചാട്ടത്തിൽ നമ്മൾ പോയായിരുന്നു ഓൾറെഡി. പക്ഷെ ഇത് അൽബഹ സിറ്റി തന്നെയുള്ള ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ട് എല്ലാവരും പോകുന്നൊരു സ്ഥലമായതുകൊണ്ടാണ് നമ്മളിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയേക്കുന്നത്. നമുക്കിനി ഇത് കാണാം. അതിനുശേഷം നമുക്ക് വേറെ കുറേ കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് പോയി എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങളും ഉണ്ട്. ഓക്കെ. കുമ്മാനോ? എന്നാ മാതള നാരങ്ങാപ്പഴല്ലേ? പോം ഗ്രാനൈറ്റ്, അനാറ് എന്നൊക്കെ പറയപ്പെടും. ഉണങ്ങി നിൽക്കുന്ന കഴിഞ്ഞ വർഷത്തെ അല്ല, ഈ വർഷത്തെ ഉണ്ടായി തുടങ്ങിയല്ലേ? ഓ, മെറൂഫ്, അപ്പോൾ നമ്മൾ എത്തിപ്പെട്ട സ്ഥലം എവിടെയാ? അൽഹമദ വാട്ടർഫാൾ.
അല്ല നമ്മൾ ഇത്ര ദിവസം നമ്മൾ സിറ്റീസ് ഒന്നും എക്സ്പ്ലോർ ചെയ്തില്ലായിരുന്നു അൽബഹയുടെ. നമ്മൾ അൽബഹയുടെ ഔട്ട് സൈഡ് ആയിരുന്നു. അൽബഹ സിറ്റി മാത്രം. കം നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോവാം. ഒരു വരണ്ട് കിടക്കുന്ന പ്രദേശം കേട്ടോ, പക്ഷെ വെള്ളം മൂവ് ചെയ്യുന്നുണ്ട് സൈഡിൽ കൂടെ. എതിൽ കയറിട്ട് അങ്ങോട്ട് പോകണം. ബാന്നാ എത്ര കൊതിച്ചിട്ടും കാണാൻ വയ്യല്ലോ, കണ്ടില്ലെന്നാലും. ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം ഭയങ്കര പൊക്കത്തിരിക്കണോണ്ടേ സ്റ്റെപ്പ് കയറുമ്പോഴോ അല്ലെങ്കിൽ മല കയറുമ്പോൾ പെട്ടെന്ന് അടയ്ക്കും. കാരണം ഓക്സിജൻ ലെവൽ കുറവാണ് ഇവിടെ. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ശ്വാസമുട്ട കാര്യങ്ങൾക്ക് ഭയങ്കര ഇതെവിടെ കുറെ ഗുഹകളുണ്ടല്ലോ, പൊത്തുകളുണ്ടല്ലോ. നീലവെള്ളം. ഇവിടെ മഴയത്താണോ ഏറ്റവും കൂടുതൽ വെള്ളം കൂറണേ? മഴ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളം ഇതിൽ വന്ന് നിറയാറുണ്ട്. നിറയും. അതുകൊണ്ട് ഇപ്പോൾ അവിടെ നമ്മൾ വന്നില്ലേ, അവിടെയൊക്കെ നല്ല വെള്ളം ഉണ്ടാവാറുണ്ട്. നല്ല വെള്ളം ഉണ്ടാവും. ഒരുപാട് ഉണ്ടാവാറുണ്ട്. ഷാജിക്ക് നമുക്ക് കുറേ നല്ല ഷോർട്സ് കൂടി തന്നിട്ടോ നമ്മുടെ വണ്ടി തന്നെ. ആളൊരു ആർട്ടിസ്റ്റും കൂടി ആയിട്ട് എല്ലാവരും. ആൾക്ക് ടിക്ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പടം വരയ്ക്കാന്നൊക്കെ ഷാജിക്ക് കേട്ടിട്ടുണ്ട്. ആൾ ഓൺ ദി വർക്കിലാണ് അതിൻ്റെ. മെഹറൂഫ്ക്കാടെ കൊച്ചിൻ്റെ ഒരു ഫോട്ടോ വരച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായി മെഹറൂഫ്ക്ക? അതെ, കൊച്ചിന് 1 വയസ്സുള്ളപ്പോൾ പറഞ്ഞു, പക്ഷെ കൊച്ചിന് ഇപ്പോൾ 3 വയസ്സായെന്ന് മെഹറൂഫ് പറയണേ. അതെ, നമ്മൾ ഗസ്റ്റുകളാ. അതെ. ഓ ബ്രൈറ്റ്നസ് ഇട്ടെടുക്കാം. ഓ വ്യൂ നോക്കി നിങ്ങൾ. വലിയ വെള്ളച്ചാട്ടമൊന്നുമില്ല, നമ്മുടെ അന്നത്തേക്കാളും ചെറുതല്ലേ. നമ്മൾ ലാസ്റ്റ് ദിവസം പോയ വെള്ളച്ചാട്ടത്തിനേക്കാളും ചെറുതാ. പിന്നെ നമ്മളിത് കാണിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ അൽബഹ സിറ്റി അല്ലെങ്കിൽ അൽബഹ എന്താണെന്ന് നമ്മളിതുവരെ കാണിച്ചില്ലായിരുന്നു. അൽബഹയുടെ ചുറ്റുവട്ടപ്പെട്ട സ്ഥലങ്ങൾ മാത്രമേ കാണിച്ചുള്ളൂ. റഫീഖ് അവിടെ ഭയങ്കരമായിട്ട് പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാൻ പാടില്ല, ആൾ വീഡിയോയിൽ കയറുന്നതാണ്. ആൾ ഫുൾ എയറിലാണ് 2-3 ദിവസമായിട്ട്. അതും നമ്മുടെ വീഡിയോ കണ്ടൊരു റഫീഖാക്കൊരു പഴയ സുഹൃത്തിനെയും തിരിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ദമാമിലാണ് ഞങ്ങളുടെ ഫൈസീക്ക. ഞങ്ങളുടെ വീഡിയോ കണ്ട് ഫൈസീക്ക പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് റഫീഖാടെ നമ്പർ ചോദിച്ച് റഫീഖാനെ ഇന്നലെ കോൺടാക്ട് വരെ ചെയ്തു. ആൾക്കാർ ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. ബാല്യകാല സഖിയല്ല, ബാല്യകാല സുഹൃത്തുക്കൾ. എന്നാൽ നമുക്കിനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയാലോ. ഇവിടെ എഞ്ചിനീയേഴ്സ് ബിസിനസ്മാന്മാരുത് ഷാജിക്ക മേലുണ്ട് വൻ പോസിംഗിൽ. എന്നാൽ നമുക്ക് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യാം. അൽബഹയിൽ തന്നെ ഇനി നമുക്ക് കാണാൻ 2-3 സ്ഥലങ്ങളുണ്ട്. നമുക്ക് അവിടെയും കൂടെ പോയിട്ട് വരാം.
അറബിമാർ നമ്മുടെ കാര്യം പറഞ്ഞ് അവിടെ ചിരിക്കുന്നുണ്ട്. അവരെന്ത് കണ്ടിട്ടാണ് ചിരിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ലേക്കാ, ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അവരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ ഈ വ്യൂ ഒന്ന് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദിസ് ഈസ് ഹെവൻ. ആ ഡയലോഗ് മാത്രമേ എനിക്ക് ഉപയോഗിക്കാനുള്ളൂ. അൽബഹ ഇത്രയും ബ്യൂട്ടിഫുൾ. ബ്രോ ഡു സബ്സ്ക്രൈബ്. ഇംഗ്ലീഷ് അറിയില്ല എന്നാട്ടാ അവൻ പറഞ്ഞത്. كيف هذا اللي محل ايش في هذا الزمان حقه جد ايوه جداد. يعني اول مسجد هذا من البحر هذا صح؟ هذا اول مسجد ايوه هذا بيت اول جوا يعني شحن كاسات أيوة، كله شيء أيوة. حطه هنا جوا പഴയ കാലത്തെ ചരിത്രപരമായിട്ടുള്ള കഥകളാണ് അതിൻ്റെ ഉള്ളിൽ മൊത്തം അവർ പറയുന്നത്. പഴയ കാലത്തെ സൗദിയാണോ അതോ പഴയ കാലത്തെ അൽബഹയാണോ? പണ്ടത്തെ അൽബഹ. നമുക്ക് ഇപ്പോഴത്തെ നമ്മളിപ്പോൾ എന്തായാലും 2-3 ദിവസം കൊണ്ട് നമ്മൾ പുതിയ അൽബഹയും കണ്ടു, പഴയ അൽബഹയും കണ്ടു. നമുക്ക് പഴയ അൽബഹ ഒന്നുകൂടെ ഒന്ന് വിശദമായി കാണാം. ബാ ശുക്രൻ. ഓക്കെ, നമുക്ക് എന്തായാലും എൻട്രൻസിലേക്ക് പോവാം. എന്താ ഇങ്ങനെ ബിൽഡിങ്ങുകൾ ഇങ്ങനെ സ്ട്രക്ചർ ചെയ്തേക്കണമെന്നാണ് എനിക്ക് ഇതുവരെ മനസ്സിലാവുള്ളാത്തത്. കാരണം അടുപ്പിച്ചുള്ള വീടുകളല്ല. നമ്മുടെയൊക്കെ ഹൈ റേഞ്ചുകളിലൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരു ഇത്ര എണ്ണപ്പെട്ട വീട് കഴിഞ്ഞിട്ടായിരിക്കും. പിന്നെ ഇത് ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീട് കാണുന്നത് അടുത്ത മലയിലാണ്. നോക്കി നിങ്ങൾ, ഇതൊരു ഹോം. ഇപ്പോൾ ഈ കാണുന്ന താഴെ കാണുന്നൊരു വീടാണ്, അതിൻ്റെ ഏറ്റവും മുകളിൽ അടുത്തൊരു വീട്. കണക്ഷൻസ് ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ഒരു രീതിയിലാണ് ഒരു കൺസ്ട്രക്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് പുറത്തുനിന്ന് കാണുന്നവർക്ക് ഇത് ഭയങ്കര രസമാണ് കേട്ടോ. നമ്മളിത് എൻട്രൻസിലേക്ക് പോവുകയാണ്. ഇപ്പം ഇവിടെ വല്ല ഫീസ് അങ്ങനെ വല്ലതും ഉണ്ടോ? അതറിയില്ല, അവിടെ ഉണ്ടാവലുണ്ട്. പക്ഷേ ഇനി നോക്കാം. എക്സ്ട്രാ ഉണ്ടാവും അറിയില്ല. കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെയാണ് നമ്മുടെ നടപ്പ്. അവിടെയും അവർ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. ഓ, ആ അറബിയുടെ ലുക്ക് നോക്കിക്കുക നിങ്ങൾ. അതാണ് ട്രഡീഷണൽ അറബി. വാളൊക്കെ പിടിക്കുന്നുണ്ട്, കഴുത്ത് തൊട്ടി കളയോ ഉള്ളൂ. പഴയ കാലത്തെ ആൾക്കാരുടെ വേഷമാണ് വേഷം. അസ്സലാമു അലൈക്കും. അങ്ങോട്ട് പോകാൻ പറഞ്ഞേ, കയറി വരാൻ. പണ്ടത്തെ അൽബഹ എന്ന് വെച്ചാൽ പണ്ടത്തെ ട്രഡീഷണൽ അൽബഹ എങ്ങനെയാണോ ആ അൽബഹയിലേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്. എന്താ റഫീഖ മാറി നോക്കുന്നത്? പർവ്വത നിരയിൽ 2 സഹോദരന്മാരാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. 2 സഹോദരന്മാർ. ഞങ്ങളെപ്പോലെ ലോകം കാണാൻ ഇറങ്ങിയിരിക്കുന്ന 2 സഹോദരന്മാരെ പോലെ 2 സഹോദരന്മാരാണ്. ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതുപോലെ അസീർ മേഖല എന്ന് പറയും, അവർക്കുള്ള സഞ്ചാര പാതയായിരുന്നത് അവിടേക്ക്. അപ്പോൾ അവിടേക്കുള്ള വിശ്രമ സ്ഥലമൊക്കെയാണ് ഈ കേന്ദ്രം. പണ്ടത്തെ കാലത്ത് നമ്മളെപ്പോലുള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമായിരുന്നു ഈ കാണുന്നത്. തമിഴ്നാട്ടിലോ എന്താ സംഭവം? നാട്ടുകൂട്ടം ഏരിയയാണ്. നമ്മൾ പ്രശ്നങ്ങളുടെയൊക്കെ പരിഹാരങ്ങളും അതുപോലെ പ്രശ്നങ്ങൾക്ക് തീരുമാനം എടുക്കുന്ന സ്ഥലങ്ങളും. അതെ. ഓ, അറബിയുടെ ലുക്ക് നോക്കിക്കേ. എന്താ പറയുക? ട്രഡീഷണൽ പണ്ടത്തെ ഒരു അറബി എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോഴത്തെ ജനറേഷനിലെ അറബി ഡ്രസ്സ് മാറി നിൽക്കുന്നു. അപ്പോൾ നമുക്ക് അധികം طب نتكلم عن القرية قبل ما نخش. ايوه عشان كيف هذا ايش في ആ റെസ്റ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട്. ഓ, ഇതാണ് എൻട്രൻസ്. അങ്ങനെ നമ്മൾ എൻട്രൻസിൻ്റെ ഫ്രണ്ടിലെത്തി. നമുക്ക് അകത്തേക്ക് കയറാം. അറബി ഉണ്ട് നമ്മുടെ കൂടെ, ടീം അൽബഹയും ഉണ്ട്. القرية ثلج. حياكم الله. ترحيب السيل في منطقة الباحة. هذه القرية اسمها قرية الملد التراثية. عمر القرية أكثر من 500 سنة. എനിക്ക് അറബി ഫുൾ പറഞ്ഞിട്ട് എനിക്ക് തർജ്ജമ ചെയ്ത് തരണം. ഓക്കെ. ഇതിന്റെ പേര് ഗറിയത്തു മലത്ത്. ഗറിയത്തു മലത്ത്. 500 സന തഖരീബൻ 500 വർഷം മുമ്പുള്ള ഗിരിയാണ് ഈ കാണുന്നത്. 500 വർഷം മുമ്പുള്ള ഗിരിയ. 500 വർഷം മുമ്പുള്ള വില്ലേജ്.
فيها اشهر علم في المنطقه اللي هي حصون هذه قلعتين اسمها الاخوين. രണ്ട് ഇപ്പോൾ അവൻ പറഞ്ഞ മാതിരി തന്നെ രണ്ട് അഹുമാര്, അതായത് രണ്ട് സഹോദരന്മാര്. تعال جنبي احسن عشان ما تجي. അറബി കൊള്ളാട്ടോ. രണ്ട് സഹോദരന്മാര് ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത് മൊത്തം. قرية الملد مثل أي قرية في منطقة الباحة. عندنا يمكن 6000 قرية. അറഫ്ക ഇത് ഉണ്ടാക്കിയതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചേ? غامد وبلاد زهراء. يعني اثنين سوا. ايوه هذا الاخوان. يعني هذا اللي محكمة كل شيء هذا من هنا. لا ما في محكمة. يعني هذا ما بيت في عادي قرية فلج. يعني هو اللي مدير هنا كله. لا ما في مدير. كيف؟ مدير مدير بن سعود. هذا معلوم، لكن اللي الباحة زهران يقابل يجي مشاكل زي كذا. لا ما في مشاكل ان شاء الله. غامد قبيلة شيخ أول اسمه عبد العزيز الغمد. أيوة هذا بالجرشي. എന്താ പറയുന്നത്? അതായത് زهران بالرقوش. ഇത് ജസ്റ്റ് ഒരു അന്ധകാലത്ത് രണ്ട് ആൾക്കാർ, രണ്ട് സഹോദരന്മാർ ഉണ്ടാക്കിയ ഇതാണ്. രണ്ട് നാടുംപാടിയും ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം, ഒരു നാട്ടുകൂട്ടം. ഒരു നാട്ടുകൂട്ടം. ഓ ദാറ്റ്സ് ഓൾ. ശരിക്കും പറഞ്ഞൊരു വിശ്രമ കേന്ദ്രമാണ്. നമ്മളെപ്പോലുള്ള സഞ്ചാരികൾക്കൊക്കെ പറ്റിയൊരു വിശ്രമ കേന്ദ്രമാണ് ഈ കാണുന്നത്. പണ്ട് കാലത്തെ ഒരുവിധം സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കറക്റ്റ് പറഞ്ഞു നോക്കാം. ഇത് എന്തൊക്കെയുണ്ട് സംഭവങ്ങൾ ഇവിടെ? ചരിത്രങ്ങൾ പറയാനുണ്ട് അറബിക്ക്. ഓക്കെ. الدور الأول إيش كان في أول في غامد في بلاد زهران كان يحطون في السافلة يربطون البقرة ثور الحمار الجمل إذا فيه يربطونه في هذا اسمه سكاك يربطونه لا يربطونه هذا في الجدار كذا بعدين يربطونه هنا. അതായത് ഓലെല്ലാവരും ഇവിടെ വന്ന് വിശ്രമിക്കുന്ന സമയത്ത് മൃഗങ്ങളെയും മറ്റു അവരെ സംഭവങ്ങളൊക്കെ വെച്ചിരുന്ന സ്ഥലം മൃഗങ്ങള് അവരൊക്കെ ഇതിനുള്ളിലാണ്. അവരുടെ മൃഗങ്ങള്, ആയുധങ്ങള്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ചുമരും അടിച്ചിട്ട് അതിമ കെട്ടിടലായിരുന്നു. താമസം ഇതിന്റെ മുകളിലും മുകളിൽ താമസം. കാര്യങ്ങളൊക്കെ ഇവിടെ ഫുഡും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെയായിരുന്നു അവരുടെ. മക്കത്തുനിന്ന് പറഞ്ഞത് ഇത് ഇവിടെ വന്ന് അവര് ഇവിടത്തെ സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കൽ വാങ്ങും ബന്ധം. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് ചുറ്റി കാണാം. هذه الأدوات الزراعة. أيوة أنا باختصار عشان ഇസ്രായേലിന്റെ കൃഷി കൃഷി أدوات صناعة الجلود. هذه كلها من الجلد. ജിൽദാണ്, അതായത് തൊലിയാണ്, സ്കിന്നാണ്. സ്കിന്നാണ്. അതൊക്കെ ഓരോ മൃഗങ്ങളെ സ്കിന്നുകളാണ്. ഇത് ആടിന്റെ സ്കിന്നാണ്. ആടിന്റെ. لا باقي. هذا شو هذا أدوات. هذا أدوات مخراز. هذا غنم صح؟ غنمي. هذا غنم. ഇത് ആടിന്റെ തോലാണ്. يسوي هذا اسمه قطف. هذا يحطوا فيه قهوة يحطوا الهيل. هذا الرجال يشيل زي الشنطة زي كذا يحط فيها الفلوس. നമ്മുടെ ചെറിയ ബാഗ് പോലെ പൈസയും ബാക്കി കാര്യങ്ങളൊക്കെ ആണ്. ഇന്ന് നമ്മളവിടെ ഫോൺ വെക്കുന്നു. هذا كله شنطة زي شنطة اسمه العيبة. هنا النجار صناعة الأخشاب. هذه الأدوات هذه اللي ينتجها في ذاك الوقت يحتاجون المجتمع. ആശാരിപ്പണി. അന്നത്തെ പാത്രങ്ങളാണ് ആ കാണുന്നതൊക്കെ. മരത്തിൻ്റെ ഐറ്റംസുകളായിട്ടാണ് കാണുന്നതൊക്കെ ഫുൾ അന്നത്തെ പാത്രം. അന്ന് ഇവർ ഫുഡ് വയ്ക്കാനും ബാക്കി കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ വിശ്രമിക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ അവർ ഫുഡ് കഴിക്കാനും ബാക്കി കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അൽബഹ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഫാർമേഴ്സ് ആയിരുന്നു. അതിനെ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ എന്തൊക്കെ ഐറ്റംസ് വരി കൂടുന്ന് വച്ചേക്കുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ഇനിയും ഉണ്ട്, ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട് ഇവിടെ തന്നെ കാണാൻ. വാ നമുക്കൊന്ന് ചുറ്റി കാണാം. ഓ ചുറ്റിക അങ്ങനത്തെ എല്ലാ ഐറ്റംസും. بلاك سميث بالانجليزي بالعربي الصانع. എന്താ നമ്മുടെ അതുണ്ടല്ലോ ആലപ്പണി. يعني يسوي سكين زي كذا صح؟ فخار كله فخار طين تراب. هذا فخار كله قدر أول. ഇതില് ഒരുപാട് ഇനിയുണ്ട്, താപ്പുറത്ത് ഒരുപാടുണ്ട് ഏരിയ എന്ന് പറയാം. ഉണ്ട്. ഇത് മാത്രമല്ല നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. ഇത് അരിയൊക്കെ നമ്മളെ മുറുണ്ടല്ലോ പണ്ട് കാലത്തെ ഈ കാണുന്നൊക്കെ. പണ്ട് കാലത്തെ മുറ. നമ്മൾ അരിപ്പ പോലത്തെ സംഭവങ്ങൾ. ഇതൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങൾ കൃഷിക്കാരൊക്കെ ഉപയോഗിക്കുന്ന പഴയ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് വരുത്താൻ കൊട്ട അങ്ങനെ എല്ലാ ഐറ്റംസുകളും. ഇത് ലേഡീസിന്റെ ഇതിലാണ് വെള്ളം സേവ് ചെയ്തിട്ട് വെള്ളം സേവ് ചെയ്യണത്. അന്നത്തെ പാത്രങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഇവര് യാത്ര പോണ സമയത്ത് ഇട്ടുകിട്ട് നമ്മള് കുതിരപ്പുറത്തൊക്കെ വെച്ചിട്ട് ഇതിലാണ് വെള്ളം ഗിർബ എന്ന് പറയും അറബിയില്.
ഗിർബ. അപ്പോൾ അവർ വെള്ളം സേവ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന സാധനമാണ് ഈ കാണുന്നതൊക്കെ. الحين هو قاسي مع المويه يصير لي يجي على سوا سوا كذا لفوا سازي. هذا هنا طلع الزبده واللبن. بعدين نعبي من هذا. شوف هذا محقن. شوف هذا خشب. ഇത് നമ്മളെ ഇതുണ്ടല്ലോ, ഇത് മരം. മരം കൊണ്ട് അവർ കൈ കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ കേട്ടോ അതൊക്കെ. ഓ. പണ്ട് കാലത്ത് ഏറ്റവും പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ അത് ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആണ് 500 കൊല്ലം പഴക്കമുള്ള സാധനങ്ങളാണ്. 500 കൊല്ലം ഇത് കാത്തു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവര്. അതെ. നമുക്ക് ഇനി ഇതിന്റെ പുറം കാഴ്ചകൾ കാണാം. هنا غلقناه في سؤال يسال قبل ما نطلع فوق. ഇവിടുത്തെ കഴിഞ്ഞാൽ കഴിഞ്ഞ പോലെ നമുക്ക് നിർത്താം. ഓക്കെ കം. അറബി വരില്ല നമ്മുടെ ഒപ്പം. هذا الباب شوف اول كيف خشب. നമുക്കിനി അടുത്ത കാഴ്ചകൾ ഇതിൻ്റെ മേളിൽ കാണാം. ഇതിൻ്റെ മേൽഭാഗത്തൊക്കെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ വരുന്ന ഈ യാത്രകരും അതുപോലെ ഇവിടെ സ്റ്റേ ചെയ്യാൻ അല്ലെങ്കിൽ ഇവിടെ വിശ്രമിക്കാൻ വരുന്ന ആളുകളൊക്കെ ഉറങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മോൾ ഭാഗത്താണ് ചെയ്യുന്നത്. പിന്നെ അവരുടെ കുറേ ട്രഡീഷണൽ ഡ്രസ്സുകളുണ്ട്. അതുപോലെ അവർ ഉപയോഗിച്ചിരുന്ന കുറേ വാളുകളുണ്ട്. ഒന്നോ പീരങ്കിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എന്നാ ഓ സൗദിയ മാഷാല്ലാ. പീരങ്കിയൊക്കെ ഉണ്ട്. ഇതൊക്കെ അന്നത്തെ കാലത്ത് ഒരു മേടിയതൊക്കെ ഓ 500 വർഷം മുമ്പുള്ള സാധനമാണ് ഇരിക്കണേ. അതൊന്നൊക്കെ മൻറ്റോ. ഇത് മാത്രമേ മെറ്റലുള്ളൂ, ബാക്കിയെല്ലാം മരാണ്. മുസ്തദാന്ന് വെച്ചാ ഗോഡൗൺ. നമ്മൾ നേരത്തെ അവിടെ കണ്ട പോലെ ചെറിയൊരു ഗോഡൗൺ, പക്ഷേ ഇത് ഇച്ചിരി അത്യാവശ്യം വലിയ ഗോഡൗൺ ആണ്. ലൈറ്റ് ഉണ്ടാവോന്ന് അറിയില്ലല്ലോ. അയ്യോ കുനിഞ്ഞൊക്കെ കയറണം, തലമുട്ടും. ഈ കാണുന്നത് എന്തിന് എൻജിനീയേഴ്സ്? ഇത് തന്നെ ഇവരല്ലേ യഥാർത്ഥ എൻജിനീയേഴ്സ്. 500 വർഷം മുമ്പൊക്കെ ഇത്രയും ഇവർക്ക് മേടി തീർക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്ത് എൻജിനീയേഴ്സ്. കയറിൻ്റെ ഒക്കെ കട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാരം തന്നെ. നമുക്കത് മുകളിലേക്ക് കയറിയാലോ. കലപ്പ നമ്മൾ മറ്റേ ഇങ്ങനെ ഓടിച്ചോണ്ട് പോകുന്ന സാധനം, ഓടിച്ചോണ്ട് പോകുന്ന സാധനങ്ങൾ. പിന്നെ നമ്മുടെ ഇവിടെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ കുറേ അതുപോലുള്ള മ്യൂസിയത്തിലുണ്ട്, സാധനങ്ങളുണ്ട്. ഇല്ല. പിന്നെ സൗദിയിൽ വന്ന് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം. ഇവരും കൃഷിയായിരുന്നു ഇവരുടെ മെയിൻ ഐറ്റം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വളരെ സന്തോഷം. തല തട്ടാണ്ട് നോക്കണം. ഓ അറബി ഡ്രസ്സൊക്കെ മാറി ഹാൻഡ് മെയ്ഡ് ഡ്രസ്സാണ്. ഇതിനാണ് നമുക്കൊന്നും എന്തൊരു അറബി അകത്ത് വേറെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്താ പറയണേ? 3 കളറുണ്ട്. ബ്ലാക്ക്. ആ ബ്ലാക്കും എടുത്തു വളർന്നല്ലോ. അവര് കാണിച്ചു അവർ ഇടാനുള്ള ഡ്രസ്സ് തരും. ഓ കാർ 98ഓ? രാജാക്കന്മാരൊക്കെ ഫോട്ടോസ് ഉണ്ട് കേട്ടോ. സൗദികളുടെ പണ്ടത്തെ പൈസകൾ. هذا الملوك حق المملكة العربية السعودية وهذه العملات. أول ملك عبد العزيز. ഫസ്റ്റ് രാജാവ്. ملك فيصل. ملك خالد.
മലിക് ഖാലിദ്, ملك فهد، മലിക് ഫഹദ്, ملك عبد الله، عبد الله، الملك سلمان. സൽമാൻ, ولي العهد محمد سلمان. نايف كراون هذا برنس. امير المنطقه هنا. അമീർ ഇപ്പോഴത്തെ അൽബഹല. سعود. هذا ولد سعود هنا. ما شاء الله. പണ്ടത്തെ നാണയങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ, പൈസ ബാക്കി കാര്യങ്ങളെല്ലാം. ഇതുപോലെയൊക്കെ ഒരു മ്യൂസിയം. ഓ CCTV ഉണ്ട് കേട്ടോ ഇവിടെ, കത്തി തോക്ക്. ഓ ഇതാണ് നമുക്ക് കാണിക്കേണ്ട ഐറ്റംസുകൾ. هذا السلاح اللي كانوا يستخدمونه اول هنا في المنطقه، الجنابي، اسمه جنبيه. هذا فيها فضه سيلفر. വെള്ളിയുടെയാണ്. ഓ ഇത് എടുക്കാനൊക്കെ പറ്റുക? ഇല്ല അല്ലേ, ലോക്കിട്ട സുഖമാണ്. വാള്, പിച്ചാത്തികൾ. നമുക്കൊരു അറബി നേരത്തെ നമുക്ക് മറ്റേ കുറുമയിൽ വെച്ച് നമുക്കൊരു അറബി ഗിഫ്റ്റ് തന്നായിരുന്നു, ഒരു വാളും ഒരു പിച്ചാത്തിയും. هذا كله قديم. ഭയങ്കര കളക്ഷൻസ് ആണ് ഇതിൻ്റെയൊക്കെ. هذا يمكن فوق 150. ഇതൊരു മൂർച്ച കൂട്ടുകാരൊക്കെ 50 കൊല്ലം പഴക്കമുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത്. 150 വർഷം, എല്ലാം വെള്ളിയുടെ തന്നെയാണ്. ഈ സാധനം നോക്കിയേ. ഔ മറ്റേ സാധനം هذا ما فيه موسيقى. ഏറെ നമ്മുടെ മറ്റേ കാബൂളി വാലയാണോ? حربي. يعني يجي شيء مشكله سوي كذا. عندنا عرضه معلوم عرضه. ايوه يعني عرضه. هذا ما في زين. ايوه هذا سوسو زين. ഇവരെ ട്രഡീഷണൽ ഡാൻസ് ഉണ്ടല്ലോ, ഡാൻസ് ഉണ്ട്. അതായത് ചെണ്ട കൊട്ടുന്ന സമയത്ത് ഇതും ഊതും. നമ്മുടെ കാബൂളി വാല ഐറ്റം. പാൽനിലാവിലും ഒരു നമ്പരം. ഔ هذا يمكن يستخدم في الهند، يستخدم في فرنسا. هذا بريطاني. هذا അറബി ഊതിയ സൗണ്ട് വെക്കുവോ? هذا استخدموه البريطانيين مع الجيوش. അതൊന്ന് ഊതിയൊക്കെ പറയാൻ അടുത്ത്. هذا فرنسا. ഇത് ഫ്രാൻസിന്റെ ഇത് ഫ്രാൻസിന്റെ. ايوه في صوت. تقدر انت تقدر شوف جرب. شوف هذا يمكن يجرب. شوف يقدر. ما يقدر يعني صوت يجي. അത് ചുണ്ട് കൊണ്ട് ജർക്ക് ചെയ്യിപ്പിക്കണം, അങ്ങനല്ല. يمكن هذا അതൊക്കെ ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. شوف معلومه. അതായത് നമ്മള് ഈ ഇതിലൊക്കെ കണ്ടിട്ടില്ലേ? ഈ യുദ്ധത്തിന് നമ്മളെ ബ്രിട്ടീഷുകാരൊക്കെ ഉപയോഗിച്ചോണ്ടിരുന്ന സാധനം. والله يحسن. انا في شوف الحين شوف. هذا كيف. അപ്പൊ നമുക്ക് തോക്കുകളിലേക്ക് പോവാം. ഓ ها سانيتايزر زي لك. തോക്കുകൾ. في حريق. شوف يا مدير. റഫീഖ് വന്നത് കാർ 98 ആണെന്നാ പറഞ്ഞത്. അതൊക്കെ ഗണ്ണ് നോക്കടാ, ഗണ്ണിലിടുന്ന കണ്ടിട്ട് ഈ തോക്കൊക്കെ കാണിച്ചു തന്നെ. ഓ ബുള്ളറ്റയുടെ മേളിലിരിക്കണ മൊത്തം വെടിയുണ്ട് വെടിയുണ്ട 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 വെടിയുണ്ടൊന്നുമില്ല അതിനകത്ത്. كذا هو ما يجي. ഓക്കെ لكن من هنا لا لا നൈസ്. كيف هذا؟ مظبوط والله. വെരി ഗുഡ്. هو زياده يطلع. انا سويته اول من عنده، واحد مره يجي عشان انا اجرب الحين. ما يجي شاء ولا الله ما صوت يجي؟ قوي. ما شاء الله. ഇത് ചുണ്ട് ധരിപ്പിക്കണം, അതാണ് അതിന്റെ هذا صور شغل. ഔ ഡ്രസ്സുകൾ ഡ്രസ്സുകൾ صور الباحه. ഫോട്ടോസ്. പണ്ടത്തെ അൽബഹ. ഇതൊക്കെ ഒരു ഭിത്തിയിൽ ഇങ്ങനെ ഒരു ആ ഒരു സ്റ്റൈലിൽ വെച്ചേക്കുമ്പോൾ അതേ വീഡിയോ ക്യാമറ ഒക്കെയല്ലേ തട്ടിക്കണേ. ആ പഴയ കാല വീഡിയോ. portrait of To Muhammad al-Imani. Imani son sitting in front of a stone wall in the village of Al Makhwa. At this time Albin Muhammad Al Imani was the sheikh of the village of Al Makhwa. തളിപ്പിക്കുന്ന കൂജകള് മറ്റ് സാധനങ്ങള്. ഔ റഫീഖ് അവിടെ വ്ളോഗിങ്ങിലാണ്. ടിക്ടോക്ക്. അവരുടെ പണ്ടത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെയും തോക്കിരിക്കണ്ടല്ലോ, തോക്ക്, വാള. ഇതൊക്കെ അവിടെ അവർ ഇരിക്കുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. നമുക്ക് ചെരുപ്പിട്ട് കയറാൻ പറ്റുമെന്ന് അറിയാൻ പാടല്ലോ. തലയണയും കാര്യങ്ങളൊക്കെ വെച്ചാണ്ടല്ലോ അവര്. പിന്നെ ഇതൊക്കെ രാജ്ഞികളും രാജാക്കന്മാർക്ക് യൂസ് ചെയ്തതാണ്. ഇത് കമ്മല കാതിലിട്ടിരുന്ന. അതിനെ പെട്ടിക്കടയോ ഇത് പൊടിക്കണ സാധനം അല്ലേ? ഏതാ? ചെറിയൊരു ബെഡ്റൂം പോലെ അരിഞ്ഞ് വരും. ഇത് പൊടിക്കണ സാധനം അല്ലേ? അരിയണ ഐറ്റംസ് ആയിരിക്കും. ഇതൊക്കെ അവർ കിടക്കണ കാര്യങ്ങളാണ്, അവരുടെ ഓർണമെന്റ്സ്. ഓ ഇനി ഇതൊക്കെ ഇതുണ്ടല്ലേ ഞാൻ പറഞ്ഞ പഴയ കാല പെപ്സി ശരിക്കും ഇതൊക്കെ ഇടുമ്പോഴട്ടോ അവരുടെ ബ്യൂട്ടി അല്ലെങ്കിൽ അഴക് എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പെട്ടിക്കട ഞാൻ പറഞ്ഞോളൂ, പെട്ടിക്കടയിലേക്ക് വന്നേയുള്ളൂ. ഓ ഡ്രസ്സുകൾ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. തയ്യൽ മിഷ്യൻ വരെ നമ്മുടെ അത് വലിയ വ്യത്യാസം ഒന്നുമല്ലോ, നമ്മുടെ സെയിം പോലെ തന്നെ. പക്ഷെ മോട്ടറൊക്കെ കണക്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ അവർ. ഇവർ ഇച്ചിരി അഡ്വാൻസ്ഡാന്ന് തോന്നുന്നു. തേപ്പോട്ടി, കോളാമ്പി, റേഡിയോ, TV, ഗ്രാമഫോൺ ഇല്ല. ഗ്രാമഫോൺ ഉണ്ടല്ലോ, ദേ ഇരിക്കണോ, ദേ ഫ്രണ്ടിലിരിക്കണോ. ഗ്രാമഫോൺ ഉണ്ട്. എല്ലാം അവരുടെ പഴയ ഒരു പെട്ടിക്കട. അന്ത കാലത്ത് അതായത് 50-ൻ്റെത് 100-ൻ്റെത് 200-ണ്ട് 250 300 ഓയിലാണ് പോവാണ്. എന്നാണ് ആ കച്ചവടം നടത്തിയിരുന്ന ആള്.
അന്നത്തെ കാലത്ത് ഈ കട കച്ചവടം ചെയ്തോണ്ടിരുന്ന ആള്. കഴുതപ്പുറത്ത് സാധനങ്ങൾ നിന്ന് അതേ ഒരു വില്ലേജ്, ആ ഒരു തനിമ അതേമാതിരി അവിടെ സിറ്റ് ചെയ്തിട്ടുണ്ട്. പരിചയപ്പെടുത്താണ്ട് ഇത് ഇപ്പോഴും ഇവർ ഇതുപോലെ തന്നെ നിലനിർത്തിയുണ്ട് കേട്ടോ. ഇത് മറ്റേ ഇതാണ്. ഏതാ പറഞ്ഞ ഇതെന്താ, ഇത് മറ്റേ ചൂടാക്കിയിട്ട് ചോളം പോപ്കോൺ ചെയ്യുന്ന പോപ്കോൺ ഉണ്ടാക്കുന്ന മെഷീൻ. പോപ്കോൺ ഉണ്ടാക്കുന്ന പഴയ കാലത്തെ മെഷീനാണ് ആയിരിക്കുന്നത്. എന്റെ പൊന്നോ, അതൊക്കെ കാണാൻ പൈസ ഇട്ടിട്ട്. പക്ഷെ ഇതൊക്കെ നമ്മുടെ ഇപ്പൊ ആരെ വീട്ടിലൊക്കെ ഇട്ടോ, വാപ്പന്മാര് പണ്ട് ഗൾഫിൽ നിന്ന് എടുത്തേക്കുന്ന സാധനമൊക്കെ. ഇത് ഈ ബാറ്ററി ഇപ്പൊ കാണാൻ കിട്ടില്ല. അത് കാണാനോ പഴയത് ടൈഗർ ബാമാണ് ഇരിക്കണേ. എന്റെ പൊന്നോ, അത് നൊസ്റ്റാൾജിയ. അത് ഇങ്ങോട്ട് എടുത്തേക്കാം. ഇതാണ് ഐറ്റം, നമ്മുടെ നാട്ടിൽ കിട്ടില്ലാത്ത ഐറ്റം ഇവിടെ ഉണ്ടല്ലേ. ഓ, ഇതിനെ നമിച്ചു. നമുക്കെന്നാ വെളിയിലേക്ക് ഇറങ്ങിയാലോ. ആ ഒരു ഡ്രസ്സ് പറഞ്ഞ തരും, ഒന്ന് ചോദിക്കാൻ പറ്റത് കിടക്കുന്ന സ്ഥലം. ഓ, പണ്ടത്തെ പെപ്സി കൊള, പണ്ടത്തെ കോള. പണ്ടത്തെ കാലത്ത് ഇവര് ഒരുമിച്ച് ഒറ്റ കമ്പനി ആയിരുന്നു, പെപ്സിയും കൊക്കക്കോളയും. ഇന്നിപ്പോ അത് രണ്ടായി, പെപ്സി ആയി, പിന്നൊന്ന് കൊക്കക്കോളയായി. അതിന് കളർ വ്യത്യാസമൊക്കെ ഉണ്ട്. പിന്നെ അത്ര നാളെ ഇരുന്നതിന്റെ ആയിരിക്കും കേട്ടോ. ആ, ഇത് കുടിച്ചു കഴിഞ്ഞാൽ ആളുടെ കിളി പോയിരിക്കും. സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന വെട്ടി, അവരുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സംഭവങ്ങള്, അവരെ കിടക്കുന്ന സ്ഥലങ്ങള് നമുക്ക് ഇരുന്ന് നോക്കാം. ഷൂ ഒന്ന് പുറത്തേക്കാക്കി വെച്ചോ. എന്താ സുഖം. ما ابغى مكيف، ما ابغى شيء، ما شاء الله ما شاء الله. كيف نوم؟ മസ്ബൂത്ത് 100 هذا بيبي يعني കുട്ടികളൊക്കെ എടുത്തിന കുട്ടികളെ നമ്മള് തൊട്ടില്ലേ. അതെ, വാവാവോ വീഡിയോ എടുക്കണ കാര്യം മറന്നുപോയി. മാഷാ അല്ലാഹ്. ഇത് പെണ്ണുങ്ങളെ. പക്ഷെ ഈ ഡ്രസ്സുകൾക്കൊക്കെ നിങ്ങൾ നോക്കി തന്നെ കാണാം, ഈ ഡ്രസ്സുകളുടെ ഒപ്പം തന്നെ ഈ ആഭരണങ്ങളും വരുമ്പോ എന്ത് സുന്ദരികളായിരിക്കും എല്ലാവരും, അല്ലേ? സൂപ്പറായിരിക്കും. ഇത്രയും നല്ല വർക്ക്, അതും ഹാൻഡ് മെയ്ഡ് ഡ്രസ്സുകളാണെല്ലാം. പക്ഷെ ട്രഡീഷണൽ ഒരു ആർട്ട് ഇതാണ്. അവരൊരു പരിപാടി, ഡാൻസ്, കല്യാണം കാര്യങ്ങളൊക്കെ വരുമ്പോ ഇതാണ് ഒറിജിനൽ വെള്ളി. ഇത് അരഞ്ഞാണം എന്ന് പറയുന്ന ആ സാധനമാണ്. അരഞ്ഞാണം, അരയില് അരപ്പട്ട. അല്ലാതെ ഇത് തന്നെ നോക്കിക്കാൻ നമുക്ക് കാണാം. ഈ സെയിം സംഭവം തന്നെയാണ് ഓർണമെന്റ്സും ഡ്രസ്സും ആക്കി തിരിച്ചേക്കുന്നത് നീ കാണുന്നത്. കമ്മൽ എന്ന് പറഞ്ഞ സാധനം അല്ല, എന്താ വലിപ്പം ഇതിന്? ഡ്രസ്സൊക്കെ ഇപ്പോൾ മേടിക്കാൻ കിട്ടും. സ്റ്റിച്ച് ചെയ്തും തരും. ഇതൊക്കെ ഇവിടുത്തെ വില്ലേജേഴ്സ് ഹാൻഡ് വർക്ക് ചെയ്തെടുക്കുന്ന സാധനങ്ങളാട്ടോ. വീട്ടില് അവരെ ഹാൻഡ് വർക്ക് ചെയ്തുകൊണ്ട് ഇത് എന്ത് രസം അത് കാണാൻ. നമുക്ക് മറ്റവന്റെ കൂടെ ഉള്ളതാണ് 1 മില്യൺ സബ്സ്ക്രൈബ്. 1 മില്യൺ ഓണം അവൻ എന്തിനാ യാരിസിൽ വരുന്നത്? പിന്നെ വോയിസ് കട്ട് ചെയ്യും. ഫുൾ അടിപൊളിയാ, നല്ല അടിപൊളിയായിരിക്കും. ما شاء الله تبارك. لا خل وفكر عشان في جنين. അത് ചെയ്തോളൂ. അണിയിച്ചൊരുക്കാണ് അവരെ. അങ്ങോട്ട് പാസ് ചെയ്യാൻ നാട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെണ്ണ് ഇടാൻ പോകുന്ന اسمه جمعان الزهراني ولا جمعان الغامدي؟ اول شيء انت صور كذا بعدين نلبسك هذا. ഫോട്ടോയിലെ വീഡിയോസ് വന്നിക്കണ്. വീഡിയോസ് ആണല്ലോ. നമുക്ക് 2 സ്റ്റെപ്പ് വെച്ചാൽ ഡാൻസ് അത് വേണ്ടി വരും.
വാതിലിൻ്റെ അവിടെ പോകുന്നു. അവിടെയാണ് ആ ഒരു ഭംഗി അവിടെയാണ് അതിൻ്റെ. يصورون هنا ولا برا يبغون عادي اول شوف അവിടെ അല്ല, അവിടെ ഇരിക്കില്ല, ഇവിടെ നിൽക്കുക ഈ ഡോറിൻ്റെ അവിടെ. دور دور ആ ഡോറിൻ്റെ അവിടെ അതന്നെ, അതിൽ ഫോട്ടോസ് എടുക്കുക. ആ കൈ ശരിയാക്കി. കന്നഡ എനിക്ക് ايوه هنا الخضره تمام കന്നഡ വേണ്ടായി. വേണ്ടല്ലേ? ഓൾഡ് ട്രഡീഷണൽ ഗ്ലാസ് രണ്ട് ഫോട്ടോ എടുത്തോട്ടോ. ഇത് നമ്മുടെ ചാനലിലേക്ക് വിടാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണട്ടെ. നമുക്കൊരു മലയാളിക്ക് തരുന്ന ഇത്രയും വലിയൊരു സ്വീകരണം. നമുക്ക് ഈ ഡ്രസ്സ് വരെ ഇവര് ഇടിപ്പിച്ചു തന്നു. സന്തോഷം. വേറെ എന്താ ഇവരോട് പറയാനുള്ള? മലയാളം അറബി സ്നാപ്പ് ചെയ്യണം. ما شاء الله. في صوره كذا ആ ഫോട്ടോ നെല്ലുമുൾക്ക് എടുത്തിട്ട് നമുക്ക് പുറത്തേക്ക് വേണോ? بس صور برا ايه يبغى البس هذا بعد صور برا هنا خليه برا ايش بس بس جبه بس കറുപ്പിട് കറുപ്പിട് 7 കിലോ ഉള്ള പുതപ്പാണ്. അതിനൊക്കെ ജാക്കറ്റ് അല്ലേ? ഒറിജിനൽ ഐറ്റം. 7 കിലോ തന്നെ സാധനം. എന്റെ പൊന്നോ, ആള് വീണ് പോകാണ്ടിരുന്നത് ചേർന്നു. പിടിഞ്ഞു പോന്നു. അയ്യോ, ما شاء الله تبارك تبارك الله. നീ ആ ബ്ലാക്കിൽ അതിൽ ബാക്കിൽ ഡോറ് സെൻട്രലല്ലേ? هذا خفيف خفيف لا باكيل. خفيف هذا അത് 10 വെയിറ്റ് كيلو ഇല്ല എന്ന് പറഞ്ഞത്. 10 കിലോന്റെ പേരുണ്ടെന്ന് പറഞ്ഞത്. അതല്ലേ? ആ മാഷാഅല്ലാഹ് സൂപ്പർ. മറ്റവർക്ക് കുരു പൊട്ടാൻ സാധ്യത ഉണ്ട്. CCTV കണ്ടല്ലോ. പടച്ച റബ്ബേ. ഷാജി ഒന്ന് കേൾക്കുന്നേ. അവർക്ക് ഫോട്ടോസ് ഇട്ടിട്ടുണ്ടല്ലേ? ഇജാസ് എന്ത് ചെയ്തിട്ടുണ്ട്? മണവാളനാക്കിയിട്ടുണ്ട്. അറേബ്യൻ മണവാളൻ. വിളി മണവാട്ടിയെ. അറേബ്യൻ മണവാളൻ. مرحبا مرحبا هيل عدد السن مرحبا هيل ايش يقول هو؟ مرحبا الله يبقيك الله يبقيك. الله يبقيك كلام سعودي. مرحبا مرحبا. انا مرحبا ويلكم يعني വെൽക്കം ويلكم مرحبا. الله يبقيك. الله الرد حق الله يبقيك. يبقيك الله يبقيك. الله يبقيك يعني هو رد اللي يبغيك. يبقيك الله يبقيك. هو يقلب. ايوه اذا انا برنا والله يبغيك. والله يبقيك. ايوه مرحبا يا شيخ. والله يبقيك. ما شاء الله നമ്മളെ ഇജാസ് ബ്രദർ അറേബ്യൻ മണവാളനായിട്ട് എങ്ങനെയുണ്ട് വേഷം? വേഷമൊക്കെ കലക്കിയില്ലേ? സൂപ്പർ സൂപ്പർ. അറേബ്യൻ മണവാട്ടിനാണ് കിട്ടിയത്. അധികം കട്ട് ചെയ്താ. ആ ഓക്കെ. സോ നിങ്ങളിത് കാണുന്നുണ്ടാവും. എനിക്ക് തന്നെ അറിയാൻ പാടില്ല ഇത് എങ്ങനെയൊക്കെ ഷാനിക്ക് എടുത്തു വെച്ചേക്കുന്നത്. എന്തായാലും ഭയങ്കര സന്തോഷം. സൗദിയില് അത് അൽബഹയിൽ വന്നിട്ട് നമുക്ക് ഇത്രയും വലിയ സ്വീകരണം ഇവർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാർ നിസ്സാരക്കാരല്ല. എന്റെ പൊന്നോ ഫോട്ടോ അറബി നമ്മളെ ഈ വേഷം വെടിപ്പിച്ച് നോക്കുന്നതൊക്കെ നമ്മുടെ അച്ഛൻ ബ്രോക്ക് തന്നെയായിരുന്നു അറബിയില്. ഇത്രയും കാണിച്ചോണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തണില്ല. ചാർജും കാര്യങ്ങളൊക്കെ തീരാതെ അതാണ് എമർജൻസി ആയിട്ട് നിർത്തുന്നത്. ചാർജ് അല്ല ഒരു പോയിന്റുണ്ടായിരുന്നു. പക്ഷെ ലൈറ്റ് ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വ്യൂ പോയിന്റ് ചെന്ന് കഴിയുമ്പോൾ ലൈറ്റ് വേണമല്ലോ. കണ്ടോ, ഇവിടെ ആയാലും ലൈറ്റ് ഒക്കെ പോയി തുടങ്ങി. അപ്പൊ എന്ത് പറഞ്ഞാലും ഗിവ് അവേയുടെ കാര്യം ഒന്നോടെ ഓർമ്മിക്കുകയാണ്. എല്ലാവരും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇടുക. ഗിവ് അവേയുടെ വീഡിയോയില് ഗിവ് അവേ നാളെ ആയിരിക്കും എടുക്കുന്നത് അല്ലേ? അത് തന്നെ, ഗിവ് അവേ നാളെ എടുക്കുന്നതായിരിക്കും. അപ്പൊ ഇറ്റ്സ് മീ ഹാഫിസ്. It's me Hijaz from Unknown Destination. ബൈ ബൈ.